ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റെയിൽവേയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പം RRB സെക്ഷൻ കൺട്രോളറിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 14/9/2025 അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15/9/2025. അതേപോലെ ആപ്ലിക്കേഷൻ്റെ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 14/10/2025. അപ്പം ലാസ്റ്റ് ഡേറ്റ് ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/10/2025. അപ്പോൾ ഇത് റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനാണ്. 300-ലധികം വേക്കൻസികളുള്ള ഒരു പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളറിൻ്റെതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ്, അതായത് 368 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഇതിന്. അതേപോലെ ഇത് പേ ലെവൽ എന്ന് പറയുന്നത് 6 ആണ്, ലെവൽ 6 പോസ്റ്റ് ആണ്. അതേപോലെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 35,400 ആണ് സ്റ്റാർട്ടിംഗ് പേയ്മെന്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് A2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ്. അതേപോലെ ബാക്കിയുള്ള കാറ്റഗറീസിന് ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആയിരിക്കും. സെക്ഷൻ കൺട്രോളറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ആണ്. നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത്. നമ്മൾ ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ A2 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്. ജനറൽ ഫിറ്റ്നസ് വരുന്നത് ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് ആണ്. അതേപോലെ വിഷ്വൽ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റന്റ് വിഷൻ 6/9 വിത്തൗട്ട് ഗ്ലാസസ്. അതേപോലെ നിയർ വിഷൻ 0.6 വിത്തൗട്ട് ഗ്ലാസസും ആണ് വരുന്നത്. അപ്പം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് A2 ആണ് വരുന്നതെന്ന് ഓർത്തിരിക്കുക. കാരണം A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു എക്സാമിനായിട്ട് അപ്ലൈ ചെയ്യാവൂ. പിന്നീട് വരുന്നത് ഇതിൻ്റെ എക്സാം ഫീസിലേക്ക് വരുവാണെങ്കിൽ നോർമലി ഉള്ള റെയിൽവേയുടെ എല്ലാ എക്സാംസിൻ്റെയും പോലെ തന്നെയുള്ള കോമൺ ഫീസ് ആണ്. അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനും 500 രൂപയാണ് ഫീസ് വരുന്നത്. അതേപോലെ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ളവർക്ക് 250 രൂപയുമാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. നമ്മളിതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റ എക്സാം മാത്രമേ ഉള്ളൂ. CBT എന്ന് പറയുന്നത് ഒറ്റ സ്റ്റേജിലുള്ള ഒരു എക്സാം മാത്രമേ ഉള്ളൂ. സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് CBAT ആണ്. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം സിംഗിൾ സ്റ്റേജ് CBT എക്സാം മാത്രമേ ഇതിനുള്ളൂ. അപ്പം നെക്സ്റ്റ് വരുന്നത് CBAT എക്സാം ആണ്. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. നമ്മൾ ഇതിന്റെ സിംഗിൾ സ്റ്റേജ് CBT എക്സാമിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ നോർമലി ഉള്ള റെയിൽവേ സിലബസിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മാർക്കിന്റെ എക്സ്ട്രാ ടോപ്പിക്കുകൾ ആഡ് ആയിട്ടുണ്ട്. നമ്മൾ മാത്സും റീസണിങ്ങും ഒക്കെ നോർമലി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ജനറലി നോക്കുവാണെങ്കിൽ അതിലൊരു 20 മാർക്കിനോടെ ഉള്ളത് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഇതിനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ SSC RRBയുടെ ഓഫ്ലൈൻ ഫോക്കസ് ബാച്ചുകൾ റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.